Okay, about 24 E question number 1. The distribution of 160 students of a school is given. Height distribution is 140 to 145, and then 145 to 150. Students in the count side, right side. About question, draw an OG for the given distribution, taking 2 centimeters is equal to 5 centimeter on height on the one axis, and 2 centimeters is equal to 20 students on the other axis. Okay, so median median so we need what cumulative frequency. So cumulative frequency is 12, 32, 62, 62 plus 30 is 100, 100 plus 24 is 124, 140, 152, 160. So this is the cumulative frequency. In either ഒജീവ് വരയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രാഫ് ബുക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സാധാരണ നോട്ട്ബുക്കിലോ എങ്ങനെയാണോ അതിൽ നമ്മൾ വരച്ചിട്ടു. എന്നിട്ട് സാധാരണ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യും പോലെ തന്നെയാണ്. അതായത് ഇവിടെ 0 മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ 1 സെന്റിമീറ്റർ അല്ലേ എടുത്ത് സാധാരണ ചെയ്യുന്നത് സാധാ ഗ്രാഫിൽ. ഇതിന് 1 സെന്റിമീറ്ററിന് പകരം എത്ര സെന്റിമീറ്റർ എടുക്കുക? ഇവിടെ താഴെ 2 സെന്റിമീറ്റർ എടുക്കുക. ഇവിടെ 2 എടുക്കുക, പിന്നെ ഒരു ഗ്യാപ്പ് 2 ഇടുക, പിന്നെ 2 ഇടുക. അങ്ങനെ 2 സെന്റിമീറ്റർ ഗ്യാപ്പ് ഇട്ട് ആദ്യം എല്ലാ ലൈൻസും എല്ലാ പോയിന്റ്സും ജോയിൻ ചെയ്ത് വെക്കുക. 2 സെന്റിമീറ്റർ ഗ്യാപ്പ്. ഓക്കെ, ഇപ്പൊ 2 സെന്റിമീറ്റർ ഗ്യാപ്പ് ഇട്ട് ജോയിൻ ചെയ്തു. അതുപോലെ ഇവിടെയും അതുപോലെ എത്ര സെന്റിമീറ്റർ അവർ പറഞ്ഞു, ഈ ആക്സിസിലും 2 ആക്സിസിലും 2 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെയും 2 സെന്റിമീറ്റർ വെച്ചിട്ട് ഗ്യാപ്പ് മാർക്ക് ചെയ്യുക. അത് ഗ്രാഫ് ബുക്കിലാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് മാർക്ക് സെന്റിമീറ്റർ കണക്കെടുക്കേണ്ട വരത്തില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ സ്റ്റുഡൻസ് നമ്മൾ ഇവിടെയാണ് മാർക്ക് ചെയ്യുന്നത്. സ്റ്റുഡൻസ് നമ്മൾ ഇവിടെയും പിന്നീട് ഇവിടെ എന്താണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്, ഹൈറ്റും. ഓക്കെ, സോ 0 തൊട്ട് ഹൈറ്റ് ഇല്ലല്ലോ, 0 തൊട്ട് 140 വരെ ഹൈറ്റ് ഇല്ല. അപ്പൊ ഇവിടെ ഒരു കിങ് കൊടുത്തിട്ട് ഇവിടെ 140, ഇവിടെ എത്രയാണ് 145, ഇവിടെ 150, 155, 160, 165, 170, 175, പിന്നീട് ഇവിടെ എന്താണ് 180. ഇവിടെ 20 സ്റ്റുഡൻസ് വെച്ചിട്ടാണല്ലോ. അപ്പൊ 0 20, 40, 60, 80, 100, 120, 140, ലാസ്റ്റ് ഇവിടെ എത്രയാണ് 160. നമ്മൾ ഏത് മാർക്ക് ചെയ്തു? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിക്ക് വേണ്ടിയുള്ള മാർക്ക് ചെയ്തു. അടുത്തത് ഇനി എന്ത് വരയ്ക്കുക? ഇതിന്റെ ഓരോന്ന് ഗ്രാഫ് വരയ്ക്കുക. അതായത് 145ന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എത്ര? 12 ആണ്. അപ്പൊ 145ന് മുകളിൽ ഈ 12 എവിടെയാണെന്ന് നോക്കിയിട്ട് മാർക്ക് ചെയ്യുക. അടുത്ത 150യുടെ മുകളിൽ 32 ആണ്. അപ്പൊ 32 എവിടെയാണെന്നുള്ളത് മാർക്ക് ചെയ്യുക. ഓക്കെ, അതൊക്കെ ഒരു എക്സാക്ട് പോയിന്റ് എനിക്കിപ്പോ ഇതിൽ വരയ്ക്കാൻ പറ്റത്തില്ല, കാരണം ഗ്രാഫ് അല്ലല്ലോ, ഇത് ഒരു പ്ലെയിൻ ആയിട്ട് ഇരിക്കുന്ന പേപ്പറല്ലേ. അപ്പോൾ ഗ്രാഫ് പേപ്പറിൽ കറക്റ്റ് നിങ്ങൾക്ക് അത് എവിടെയാണെന്നുള്ളത് എക്സാക്ട് കിട്ടും. 155ന് 62 ആണ്. 62 ജസ്റ്റ് അബൌവ് 60, 60യുടെ തൊട്ട് മുകളിൽ. 160 എന്ന് പറയുന്നത് 100, 160 is equal to 100. 165 എന്ന് പറയുന്നത് 124. അടുത്തത് 170 എന്ന് പറയുന്നത് 140. 175 എന്ന് പറയുന്നത് 152. 170 എന്ന് പറയുന്നത് കുറച്ച് മാറ്റി മാർക്ക് ചെയ്യാം, ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. 170ക്ക് എത്രയാണ്? 140 അല്ലേ? 175 152, 180ക്ക് 160. ഇനി ഇതെല്ലാം ഫ്രീ ഹാൻഡ് ആയിട്ട് എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഗ്രാഫ് വരച്ചു കഴിഞ്ഞല്ലോ. സോ ഫസ്റ്റ് നമ്മൾ വരയ്ക്കേണ്ടത് ആ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഗ്രാഫ്, അല്ലെങ്കിൽ അതിനെന്താണ് പറയുന്നത്, ഒജീവ്. അപ്പൊ നമ്മൾ ഒജീവ് വരച്ചു കഴിഞ്ഞു. ഇനി ഇതിന്റെ മീഡിയൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് പറഞ്ഞിട്ടുണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹൂസ് ഹൈറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 172. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം മീഡിയൻ നമുക്ക് കണ്ടുപിടിക്കാം. മീഡിയൻ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ നോക്കിയേ, ഏതാണ് 160 ആണല്ലോ. n is equal to 160. 160യുടെ പാതി എത്ര? 80. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 80 എന്ന് പറയുന്ന ഈ പോയിന്റിൽ നിന്ന്
ഒരു ലൈൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക ഗ്രാഫിലോട്ട്, എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് താഴോട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഏതാണ്ട് ഈ ഒരു പൊസിഷനിലായിരിക്കും നിങ്ങൾക്ക് ആ ലൈൻ വന്ന് വീഴുന്നത്. അത് ബിറ്റ്വീൻ 155 160 ഇടയിലാണ്. അപ്പോൾ 156 അല്ലെങ്കിൽ 157 ഇതായിരിക്കും നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത്. സോ ദ മീഡിയൻ വിൽ ബി 156 ഓർ 157, അങ്ങനെ ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും നിങ്ങൾക്ക് മീഡിയൻ കിട്ടുന്നത്. ഓക്കെ, അടുത്തത് ഇന്റർക്വാർട്ടൈൽ റേഞ്ച്. ഇന്റർക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? Q3 മൈനസ് Q1 ആണ് അല്ലെ? Q3 മൈനസ് Q1 അല്ലെ ഇന്റർക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ Q3 എന്ന് പറയുന്നത്, വാട്ട് ഇസ് Q3? ആദ്യം നമുക്ക് Q1 നോക്കാം. Q1 എന്ന് പറയുന്നത് എന്താണ്? n/4, 160 ഡിവൈഡഡ് ബൈ 4 എത്രയാ? 40. അടുത്ത Q3 എന്ന് പറയുന്നത് എത്രയാ? 3n/4, ദാറ്റ് ഇസ് 3 into 160 ഡിവൈഡഡ് ബൈ 4, ദാറ്റ് ഇസ് 120. അപ്പൊ Q1 എന്ന് പറയുന്ന 40-ലും Q3 എന്ന് പറയുന്ന ഏതിലുമാണ്? 120-ലാണ്. അപ്പൊ Q1 40-ൽ നിന്ന് ഇങ്ങോട്ട് ഒരു ലൈൻ വരച്ചു, എന്നിട്ട് അതിൽ നിന്ന് താഴെ വരച്ചു. ഓക്കെ, അത് 150-യുടെയും 155-ന്റെ ഇടയിലാണ്. അപ്പൊ Q1 എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 151 അല്ലെങ്കിൽ 152 കിട്ടും. അത് എക്സാക്ട് ഏതാണെന്ന് എനിക്ക് ഇപ്പൊ പറയാൻ പറ്റത്തില്ല, കാരണം ഞാൻ ഗ്രാഫിലല്ലല്ലോ വരച്ചിരിക്കുന്നത്. അടുത്ത Q3 എന്ന് പറയുന്നത് 120-ലാണ്. അപ്പൊ 120-ൽ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഗ്രാഫിലോട്ട് വരയ്ക്കുക, and അവിടെ നിന്ന് ആ ലൈൻ താഴോട്ട് ബാക്കി ജോയിൻ ചെയ്യുക. സോ ഇറ്റ് ഈസ് ബിറ്റ്വീൻ 160 and 165, അല്ലെങ്കിൽ നമുക്ക് എത്ര എടുക്കാം? 161 അല്ലെങ്കിൽ 162 എടുക്കാം. അപ്പൊ ഇതാണ് Q1-ഉം ഇതാണ് Q3-യും. ഓക്കെ, അങ്ങനെ Q1 ഉം Q3 കിട്ടി. ഇനി ഇന്റർക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറയുമ്പോൾ എത്ര? Q3 മൈനസ് Q1. അപ്പൊ 151 152 161 162 ഇത് രണ്ടും കൂടെ തമ്മിൽ എങ്ങനെ കുറച്ചാലും എത്രയാണ്? ഒരു 10 അല്ലെങ്കിൽ 9, അതായിരിക്കും ഡിഫറൻസ്. അപ്പൊ ആ ഒരു വാല്യൂ ആണ് നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, എത്രയാണ് ഇവിടുത്തെ ഇന്റർക്വാർട്ടൈൽ റേഞ്ച് എന്നുള്ളത്. മനസ്സിലായോ? പിന്നെ മൂന്നാമതൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹൂസ് ഹൈറ്റ് ഈസ് എബവ് 172 സെന്റിമീറ്റർ. 172 സെന്റിമീറ്ററിന് മുകളിൽ എത്ര പേരുണ്ട്? അപ്പൊ അത് കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടത് നോക്കിക്കേ. ആദ്യം നമ്മുടെ ഗ്രാഫിൽ ഇവിടെ 172 എന്ന് പറയുന്ന 170-യുടെ 175 ഇടയിൽ ഇവിടെയാണല്ലോ. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കുക 172. ഓക്കെ, ഇങ്ങോട്ട് മുകളിലോട്ട് അത് വരച്ചിട്ട് ആ ഗ്രാഫിൽ മീറ്റ് ചെയ്യുന്നുണ്ടല്ലോ. യെസ്, ആ മീറ്റ് ചെയ്യുന്ന ആ പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യുക? പിന്നെ ഇങ്ങോട്ട് വരയ്ക്കുക, ലെഫ്റ്റിലോട്ട് വരയ്ക്കുക, ഇങ്ങോട്ട്. അപ്പോൾ ഇവിടെ ഒരെണ്ണം കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ കിട്ടി. അപ്പൊ നിങ്ങൾക്ക് 140-യുടെയും 160-യുടെ ഇടയിൽ ഒരു വാല്യൂലായിരിക്കും ഇവിടെ വന്ന് മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 172 ഹൈറ്റ് വരെ ഉള്ള ആൾക്കാരുടെ എണ്ണമാണത് അല്ലെ? 172 till 172 സെന്റിമീറ്റർ വരെയുള്ള ആൾക്കാരുടെ എണ്ണമാണ് ഇവിടെ കിട്ടുന്നത്. അത് ഏതാണ്ട് ഒരു 150 എന്താണ് 150 151 അങ്ങനെ എന്തായിരിക്കും വരുന്നത് കേട്ടോ. അപ്പൊ അത് till 172 ആണ്. അപ്പൊ മോർ ദാൻ 172 എന്ന് പറഞ്ഞാൽ എത്രയാണ്? മോർ ദാൻ 172 എന്ന് പറയുമ്പോൾ ടോട്ടൽ 160 ആൾക്കാരാണ് ഉള്ളത്. അപ്പൊ ഇപ്പൊ 180 ആണ് 172 വരെ. 160 മൈനസ് 150 അറൌണ്ട് 10, എക്സാക്ട്ലി 10 അല്ല, അറൌണ്ട് 10. ഗ്രാഫിൻ്റെത് ചിലപ്പോൾ ശരിയാവണമെന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇത് 3 കാര്യങ്ങളും നമുക്ക് ഇവിടെ ഗ്രാഫിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് വാട്സാപ്പ് ചെയ്യാതെ കേട്ടോ.